വാ 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 ഇനി ഒരു ദാക്ഷിണ്യല്ലേ അതാരും എന്നെ ഇടിച്ചിട്ടിട്ട് പോയേ വിട്ടു പോളിയാ ഞാൻ മന്ദാരം അടുത്ത വളവ് വരെ ഉള്ളേ അയ്യോ അളയാ ഞാൻ വാഷിങ്ങിന് കയറിയ വാഷിങ്ങിനാ ഇത് കൺട്രോളുള്ള വണ്ടിയായിരുന്നല്ലോ എനിക്ക് ഞാൻ മാത്രമുള്ള കേട്ടോ റോഡില് നിങ്ങളെല്ലാം വഴിയിലാണ് പാടത്തൊക്കെയാണ് ഞാൻ എത്തിയിട്ടുണ്ട് അളിയാ ജോക്കി വാ എടാ ഈ ഇൻവിസിബിൾ ആവുന്ന എല്ലാം റിയൽ പ്ലേയേഴ്സ് അല്ലടാ എടാ ഞാൻ ഡെസ്റ്റിനേഷനിൽ എത്തിയേ ഒരു ട്രെയിൻ ഇപ്പത്ത് ഇത് റോഡ് എവിടെ ടൊയോട്ട സെറയോ ഫോർ സെയിലും ടൊയോട്ട സിയറയോ ആരുടെ ഒന്ന് ഇടി നിങ്ങളൊക്കെ എന്ത് ഞാൻ എനിക്ക് എന്തോ സ്ലാം അൺലോക്ക് ആയാലും പറഞ്ഞത് ഞാനിവിടെ നിൽക്കും. സത്യം പറയില്ലേ ഇതിലെങ്ങനെ ഹോൺ അടിക്കുന്നേ ഗോപി എനിക്ക് ചിരിപ്പിക്കലേടാ നിന്റെ സ്ക്രീൻ കണ്ടിട്ട് എന്തോടാ കാണിക്കുന്നേ നീ ഇത് എന്തോടാ എസ്കേപ്പ് ഓടിക്കുന്നില്ല എന്റെ ഒരു പെണ്ണ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുവോ നിങ്ങളൊക്കെ എവിടെ ഇതാരാ വന്ന് ഫോൺ അടിക്കുന്നേ ഇതെങ്ങനെ ഹോൺ അടിക്കുന്നേ ഫോണിന്റെ സ്വിച്ച് എന്താ സെറ്റാണോടാ ഞാൻ ഫ്രണ്ട് എന്തോ കാണിക്കണ്ടേ ഇനി എവിടെ പോകുന്നു നീ മന്ദാരം നിനക്ക് വല്ല പ്രശ്നമുണ്ടോ മന്ദാരം എടാ ഗിയർ മാറുന്നില്ല ഹലോ അല്ലേ ഒരു ഗിയറുള്ള വണ്ടിക്ക് ഒരു ഗിയറേ ഉള്ളൂ ഹലോ വണ്ടിക്ക് ഒരു ഗിയർ വണ്ടിക്ക് ഒരു ഗിയറേ ഉള്ളൂ ഹലോ ഒരു ഗിയറുള്ള ഭയങ്കര ഫാസ്റ്റ് റേസിംഗ് ആണ് എനിക്ക് ബോറടിക്കണ ഇത് എന്തോ ഇത് അളിയാ നമുക്കിതേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതില് അളിയാ നമുക്ക് വേറെ റേസ് എടുത്തല്ല സെക്കൻഡിനുള്ള കളി നോക്കിയാ മതി കേട്ടാ എനിക്ക് എപ്പോഴും ഒന്നല്ല എടാ ഇത് റോഡല്ല ഇത് ഞാൻ പൊളിക്കും അളിയ എനിക്ക് 3 ഗിയറേ ഉള്ളൂ അളി ഈ വണ്ടിക്ക് 3 ഗിയറേ ഉള്ളൂ വണ്ടി വളയില്ല ഞാൻ തിരിച്ച് മലയെ കയറി വണ്ടി കിടന്ന് ഇറങ്ങണേ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ അല്ലെ കളി നമ്മള് കുറച്ച് അപ്പുറത്തെ വരെ ഉള്ളൂ അളിയ നീ എന്തിന് ലെഫ്റ്റ് ചെയ്തത് മഞ്ഞിന്
മഞ്ഞിനകത്ത് കേറുമ്പോ ഫീഡ്ബാക്ക് ഇതെല്ലാം പോകും. ഇല്ലടാ എനിക്ക് ഭയങ്കര ഫീഡ്ബാക്ക്. എന്റെ ലാൻസർ ആയിരിക്കുന്നത്. ഞാൻ കോൺവോയിൽ നിന്ന് ഇറങ്ങിപ്പോണോ അത് പറഞ്ഞാൽ മതി. ഞാൻ തേട് നിങ്ങളുടെ ഇരിക്കുന്ന മൊത്തം മറ്റേ ഇത് കണക്കത്തെ വണ്ടിയാ. എന്റെ നോക്കി, ലാൻസർ ഇതിനകത്ത് ഓടിക്കുന്ന പോലത്തെ വണ്ടി പോലും അല്ല. ലാൻസർ എത്ര വണ്ടി ഓടിക്കുന്ന വണ്ടിയാണോ? ഗോകുന്റെ ഇരിക്കുന്ന കറക്റ്റ് വണ്ടിയാ. അതാണ് വണ്ടി ഓടിക്കുന്ന വണ്ടി. അതില് 3 ഗിയറേ ഉള്ളൂ. 3 ഗിയർ പോലെ ഈ സ്ഥലത്ത് ഓടിക്കാൻ 3 ഗിയർ മതി. ഇതെങ്കിലും ജയിക്കണം, ഇതെങ്കിലും ഫുൾ ആക്കണം. നമ്മള് തിരിച്ചു കയറണോ? എന്റെ ബാക്കിൽ ആറാ. അയ്യോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് വണ്ടി കിട്ടിയത്? എനിക്കൊന്നും വണ്ടി ഇല്ലല്ലോ. അല്ല ഇതെനിക്ക് വഴിയടാന്ന് കിട്ടിയതാ ഈ വണ്ടി. അളിയാ ഈകളെ നിന്റെ അടുത്തെത്താറായി. എന്റെ വണ്ടി കിടന്ന് വെട്ടണ കളി, എന്റെ ഊഞ്ചിയ വണ്ടി കളിയാ. അയ്യോ ഇതാരി പോലെ. അയ്യോ ഞാൻ അവിടെ കിടന്ന് കിടന്നു. ഷിഫ്റ്റ് ഉണ്ടായിട്ട് എന്താണ് നീ ഉപയോഗിക്കാത്ത? ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഷിഫ്റ്റൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. ജോക്കി പാഡൽ ഷിഫ്റ്റ് ജോക്കി ഏറ്റവും നല്ലത്. പാഡലിനെ കളിക്കുന്നത് ഞാനും. ഞാനിത് 3 ഗിയർ ആയതുകൊണ്ട് മാത്രം മറ്റേ ഷിഫ്റ്റർ ഉപയോഗിക്കാം. മറ്റതാണെങ്കിൽ ഞാൻ മറ്റത് ഉപയോഗിക്കും. ഇത് പാടാണ്, എനിക്ക് വയ്യ. പുറകിലുണ്ടല്ലോ തൊട്ട്. നല്ലൊരു നോർമൽ റേസ് കളിയാ. അല്ല ഇവരാണല്ലോ പറഞ്ഞത് ക്രോസ് കൺട്രിയുടെ അല്ല ക്രോസ് കൗണ്ടി. അളിയാ ഞാൻ ഊമ്പി പോലെ കളിയാ. അളിയാ ഞാൻ ഊമ്പി കളിയാ. ഇല്ല ആ ഞാൻ തോറ്റെടുക്കാൻ ഇതല്ലടാ. ഇത് തീരാറായി. ഇതെനിക്ക് തീർക്കണം. ഈ സൈഡ് തീർക്കളയാ. എടാ എന്റെ വണ്ടി ഞാൻ തീർത്ത്. എന്റെ വണ്ടി അവിടെ മറിഞ്ഞു പോയി. ഇതവിടെ വിജയം. എടാ നിനക്ക് ആ വണ്ടി കറക്റ്റ് എങ്ങനെ കിട്ടിയടാ? ഞാൻ സെർച്ച് ചെയ്ത്. അളിയ ഞാൻ വണ്ടി എടുക്കുന്നതേ ഉള്ളേ. എന്നെ എടുക്കാൻ സമയം തരണേ എനിക്ക്. ഇല്ല അത് പെട്ടെന്ന് ഇപ്പൊ മാറും. പെട്ടെന്ന് എടുത്തോ. നീ ബാക്കി മാറ്റിയാ? എടാ ഈ കളി നോക്കിയോ, ടോപ്പ് 4 ഞാൻ കാണും. ഉറപ്പാണോ? ആ ഉറപ്പാ. ഞാനും കാണും. അളിയ ഈ കളി നിന്റെ മോളിൽ ഞാൻ കാണും. ഓക്കെ എല്ലാം വണ്ടി ഉണ്ടല്ലോ. നമ്മള് കണ്ടാ കാറ് സെറ്റപ്പ് ഒക്കെ കണ്ടാ പറയാ ബോട്ട് വെട്ടുകളാണെന്ന്. ഈ ടൊയോട്ട എടുത്ത ആളാരേ? എന്റെ എനിക്ക് വണ്ടി വന്നില്ല. സൂപ്പർ. അല്ലെ ഞാൻ ഇന്നലെ കുറച്ച് കോമ്പറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. എനിക്ക് നിങ്ങളെ തോപ്പിക്കണം. നിങ്ങൾ എന്റെ ശത്രുക്കളായി കളി. അപ്പൊ ഞാൻ മൂഞ്ചിയല്ലേ, സ്പീഡില്ല വണ്ടി. നോക്കിയുടെ വണ്ടിയുടെ സ്പീഡ് നോക്ക്. പോയിര് ഈ വണ്ടിക്ക് സ്പീഡില്ല, മാറും. ജോക്കി ഒന്നാമതായി. കീബോർഡിൽ സൈഡ് എനിക്കില്ല. വീട് അത്രയും ബ്രേക്ക് എന്തിനു പിടിച്ചത്? അല്ലെ നീ എന്റെ തൊട്ട് മുന്നുണ്ടേ. ഈ വണ്ടി എന്ത് സുഖമാണ് ഓടിക്കാൻ. കൺട്രോൾ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ.
യോഗി കീബോർഡ് 100% യോഗി കീബോർഡ്. എടാ എടാ പോടാ ഇറങ്ങി. അങ്ങനെ പറഞ്ഞാലേ അറിയാം, അല്ലെ ഇപ്പൊ സത്യം തന്നെ അവൻ. സത്യം. സത്യടാ കീബോർഡ് അല്ലടാ. ഇപ്പൊ കൈ പിടിച്ച് ഇപ്പൊ ചെറിയ പിടിച്ച് പിടിച്ചേട്ടാ. ജോക്കി ഇത് ലൈവ് ഇട്ട നാളെ ജോക്കി റൈസ് അടിക്കണേ. എനിക്ക് ലൈവ് ഇട്ടിരുന്ന ഈ സ്റ്റിയറിംഗ് വീൽ കളിക്കാനൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ആൻഷ്യസ് ആവും. പോയി എന്തൊരു പ്രാക്കാണാ നീയൊക്കെ. വീല് വായിച്ചു തുടങ്ങിയല്ലേ? വീല് ഉപയോഗിച്ച് തുടങ്ങിയല്ല മേലെ നേരെയൊക്കെ പോയി. എന്തൊരു നീയൊക്കെ സത്യം പറഞ്ഞോടാ, നീയൊക്കെ മാണങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. ഞാൻ മൂന്നാമത് ഫിനിഷ് ചെയ്തേ. അറക്കൽ ഷാൻ എവിടെ? സംഭവിച്ചതല്ലേ സ്പീഡ് കുറവ്. അല്ലടാ ഞാനൊന്നും പറയുന്നില്ലടാ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അവിടെ മതിലെ ഒട്ടിപ്പിടിച്ച് കിടക്കാൻ 4 മണിക്കൂറായി. വണ്ടിക്ക് സ്പീഡ് ഇല്ലാതായപ്പോ ഈ കളി വണ്ടി മാറ്റാൻ പറ്റുമോ? ഈ കളി വണ്ടി മാറ്റാൻ പറ്റുമോ? എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരു മന്ദാരം ഉണ്ടായിരുന്നു. പുള്ളി എവിടെ വണ്ടി ഓടിച്ചു പോയത്? എന്റെ താഴെയാണ് ജോക്കേണ്ടത്. ഞാൻ ഒരിടത്ത് വീണ് വേണം, എനിക്ക് അവിടെ നിന്ന് റീറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് Turn around when it is safe to do നിങ്ങൾ so. എൻട്രി എടുത്താ? രാണി മീൻ വണ്ടിയിൽ വെച്ചോണ്ടിരുന്നല്ലോ എത്ര നേരം? ബ്രോ ഞാൻ UK-ലാണ്. എനിക്ക് 15 വയസ്സാണെന്നാ. അമ്പാടാ ഇവിടെ എത്ര സമയം? ഇവിടെ 10:45. നിനക്ക് ഉറങ്ങട്ടെ. 12:45. എടാ ടൊയോട്ട സെലിക്ക GT4 S22 നിങ്ങൾ കളി കയറി. എനിക്ക് ഇൻവൈറ്റ് വന്നില്ല. എടാ എൻട്രി നിക്കണോടാ. എൻട്ര അടിക്കുന്ന പറഞ്ഞ അപ്പൊ തന്നെ എൻട്ര അടിക്കണം. ഇന്റർന്ന് കേട്ടില്ലേ? എനിക്ക് 4 പേരേ ഉള്ളൂ. 4 പേരില് ആണാ കളിക്കണോ? കളിക്കാം തുടങ്ങിയില്ലേ? വാ കൂടി വാപ്പ വളവൊക്കെ നോക്ക്. വളവ് കളിയോ? മലയിടുക്കാണ്. മലയിടുക്ക് പകലാവാൻ പോണേ. ആര് ജയിക്കും? പാർട്ടി ജയിക്കുമോ? വാസവണ്ണം ജയിക്കുമോ? എന്തായാലും ജയിച്ചിട്ടില്ലല്ലേ? മന്ദാരം നല്ല ഇമ്പ്രൂവ് കേട്ടോ. മന്ദാരം വിഷയം ഇമ്പ്രൂവ്മെന്റ്. ഒരു ദിവസം കൊണ്ട് നമ്മള് ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തത് ഗോകുല് മാത്രമാ. പാർട്ടി സെക്കൻഡ് അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടില്ല. ആരൊക്കെ പോയി? ഞാൻ പോയളിയ. അടുത്ത വളവ് തീരും. അടുത്ത പണി വീഴില്ല. ഒന്ന് വീഴടാ, 2 സബ് ഇടുന്ന കാര്യമാണ്. പയ്യ ബ്രാൻഡൊക്കെ പിടിക്കാൻ പോകും. മന്ദാരം കഴിവേറാ മോനെ. അതിന്റെ ബാക്കിൽ ഒരാളുണ്ട്. ഒരുത്ത പൊത്തുപോയെ. മാറ്റി പൊത്തുപോയി. മാറ്റി റീവെന്റ് അടിച്ചൊക്കെ വന്ന കേട്ടോ. എന്തൊരു പൂക്കളം പോണാ നോക്ക്.
പോക്കാൻ പോറേന്ന് പറഞ്ഞിട്ട് മന്ദാരം നേരെ ഒരു കാട്ടിനകത്തോട്ട് കയറി പോയി. അവിടെ ഇതെവിടാ വഴിതെറ്റി. വാസോണ് ജയിച്ചു. എടാ ഇത് എന്തോ ഒരു ഊമ്പിത്തരവാടാ ഈ കാണിച്ചേ. ചിരിച്ചോണ്ട് നേരെ നോക്കി പോയതാ ജോക്കി. നിർത്തിയിട്. ഞാനവിടെ കാട്ടിപ്പോ എന്നെ മൂടും പോയി. നിങ്ങളൊക്കെ ആരായിട്ട റേസ്? സെക്കൻഡ് തേർഡിന് വേണ്ടി അടി മാറ്റി ലാസ്റ്റ്. ഈഗിൾ എന്തിയടാ MRC എന്തിയടാ ലാസ്റ്റ് കിടക്കുവാ. പക്ഷെ മന്ദാരത്തിന്റെ സീൻ വിറ്റാണ് കേട്ടോ. മന്ദാരം എന്തൊരു പോക്കടാ. നേരെ ഒരു കൊക്കയിലോട്ട്. നേരെ ഒരു കൊക്കയിലോട്ട്. ഞാൻ ഫിനിഷ് ചെയ്തേ. അളിയ നിനക്ക് സ്റ്റിയറിംഗിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോടാ? ആ സ്റ്റിയറിംഗ് അളിയ ആ സ്റ്റിയറിംഗ് ട്വീറ്റ് എല്ലാം വളയ്ക്കാൻ നോക്കിയോ? അതുപോലെ അത്ര ദേഷ്യം ഉള്ളത് പോലെയാണ് എനിക്ക് നിന്റെ ആ ആക്ഷനും ആ സ്റ്റിയറിംഗിനോടുള്ള അപ്രോച്ച് ഒക്കെ കണ്ടിട്ടെ. പക്ഷെ മന്ദാരം ഒന്ന് ഫ്ലിപ്പ് ചെയ്യണമായിരുന്നോടാ. അത് മന്ദാരം എന്തൊരു പോക്കാ പോന്നെ. മന്ദാരം നേരെ റോഡിൽ നിന്ന മന്ദാരം നേരെ മറ്റേ ആരോ ഫോഴ്സ് വെച്ച് അടിച്ചു കണക്ക് നേരെ കൊക്കയിലോട്ടൊരു പോക്ക്. റെഡ് ലൈനില് ഷിഫ്റ്റ് വളവിൽ ഷിഫ്റ്റ് വേണ്ടേ? അപ്പൊ ഞാൻ ഒന്നുമില്ല. അവ കീബോർഡിലാ കളിക്കണേ. നമ്മളെ ഒരു അറക്കൽ ഷാൻ വെളിയിൽപ്പോട്ട് ഒന്ന് അവസരം കൊടുക്കണം. അത് ഇനി എൻഡർ നോക്കിയാലേ ആയിരിക്കുള്ളൂ. അത്രേ. ട്രാക്ക് റേസ് സ്ട്രൈറ്റ് അല്ലേ പോട്ടെ, അതിലൊന്നും കാര്യമില്ല. നല്ല കാറുള്ളവരല്ലേ ജയിക്കുള്ളൂ. എടാ ഈ സെയിം വണ്ടി എടുത്താ മതി. ഈ സെയിം വണ്ടിയിൽ കളിക്കാം ഇന്നത്തെ റേസ്. ഇത് കൊള്ളാം, ഈ വണ്ടി കൊള്ളാം. ഈ വണ്ടി കൊള്ളാമോ? എടാ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ. മന്ദാരം എങ്ങനെയാ സെക്കൻഡ് അടിക്കുന്നതെന്ന് ഞാൻ ജോക്കിയുടെ അടുത്തും ഗോകുലിന്റെ അടുത്തും പറയട്ടെ. ഇവന്റെ റേസ് മൈൻഡ് ഇല്ല. ഇവ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ തമ്മിലിടിച്ച് പോകുന്നതിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഇതിലില്ലേന്ന് പറഞ്ഞ് അതിനകത്തൂടെ നൈസായിട്ട് പോകും. അങ്ങനെ കളിച്ചപ്പോഴാണ് ഞാൻ ജയിച്ച് ഫസ്റ്റ് അടിച്ചത്. അവിടെ എനിക്ക് റേസ് മൈൻഡ് ഇല്ല. ഞാൻ ഇങ്ങനെ മറ്റേ ബസ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ പയ്യെ എല്ലാം ബ്രേക്കൊക്കെ ചവിട്ടി എല്ലാവരും നിർത്തി. അളിയാ മഴയാണ് അളിയാ. മഴ ഇത് തെന്നി പൊക്കോണ്ടിരിക്കുക അളിയാ. ഇത് ഞാൻ ജയിച്ചില്ലെങ്കിൽ നീ ജയിച്ചില്ലെങ്കിൽ പറ പ്ലീസ്. അടുത്തോളി കേൾക്കുന്നത് എന്നെ മൈരാന്ന് വിളിച്ചു. ഇതെനിക്ക് കോമ്പറ്റീറ്റീവ് മൈൻഡ് ആണ് ഈ കളിയാൻ. അണ്ണാതെ ജയിച്ചില്ലെങ്കിൽ മൈരാന്ന് വിളിച്ചോളാം. അപ്പൊ തന്നെ ചാറ്റ് പോലെ മൈരാന്ന് വിളിക്കാൻ തുടങ്ങി. മൈരാന്ന് വിളിച്ചു തുടങ്ങി. പിള്ളേരൊക്കെ വിളിച്ചു തുടങ്ങി. ഇതൊക്കെ ഈസി മാപ്പാ. ഇതൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു. അളെ ഇത് ഞാൻ ജയിക്കും. ഇതിൽ എനിക്ക് ഡ്രിഫ്റ്റ് പൊസിഷനാണ്. വേറെ കാറുണ്ടോ? ഞാൻ ഏറ്റവും ലാസ്റ്റിലോ? എന്നെ എങ്ങനെയാണ് ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടിട്ടേ? നീ എല്ലാം ജയിക്കുന്നോണ്ടായിരിക്കും. അളയാ ഇത് ജോക്കി കീബോർഡ് തന്നെ പക്ക. എടാ കുണ്ണ ഞാൻ എല്ലാം കുഴിക്കും. ഞാൻ നിനക്കൊക്കെ സ്ഥലം തരാം. നീ ആരാ അളിയാ എടാ നായി ഇടിച്ചെടുത്ത്. ഇവിടെ മന്ദാരമൊക്കെ നോക്കണ എന്ത് നീറ്റായിട്ടാ പോണേ. നോക്ക് കണ്ടത്തി കേറി. ഇത് പതുക്കെ പോകുന്നല്ലോ കേട്ടോ. ഞാൻ പതുക്കെ പോകുന്നു. ഈകളൊക്കെ ഏതോ കണ്ടത്തി കൂടുമ്പോ ഞാൻ വീണടാ. എടാ എന്തോ ഒരു കഷ്ടമാണാ ഇത്. നോക്കി ഞാനും കണ്ടെത്തി വീട് നോക്കി. നല്ല
അടുത്ത ഘട്ടത്തിൽ പോയി കിടന്നേ. ഇതാരാ ഗോകു അത് ഞാനാ, ഗോകു മോലാ. അന്നേരം പോലെടാ പറഞ്ഞ ഒരു റേസ് ചെയ്തിട്ട് സമാധാനം ഒരു റേസറാ. ഗോകു മോലാ, ഗോകു. ഇടിക്കല് എനിക്ക് ടെൻഷനാവുന്നു നീ ഉറപ്പായിട്ട് വീഴൂടാ മന്ദാരം, നീ ഉറപ്പായിട്ട് വീഴൂടെ. അതെങ്ങനെ നീ വളച്ചോട്ട് പോയത്? ഇവരെ പിടിക്കാൻ പോലും പറ്റത്തില്ല ഇവര് രണ്ടുപേരും. സത്യം എടാ രണ്ടുപേരും കീബോർഡാണ് കളിക്കുന്നത് കണ്ട സെയിം ആയിട്ട് കീബോർഡൊക്കെ കേട്ടാ. മന്ദാരം ദൈവത്തെ ഓർക്കുന്ന ബ്രേക്ക് എടുക്കും മന്ദാരം. വേറെ ആരും നമ്മുടെ പുറകെ ഇല്ല. നീ അത് സമാധാനപ്പെടുത്തി രണ്ടുപേർക്കും തൃപ്തിപ്പെടെ. ഞാൻ കാട്ടിപ്പോയി എടാ മന്ദാരം, പ്ലീസ് കേരള മന്ദാരം. ദൈവം പൊറുക്കത്തില്ല അതിന്റെ അടുത്ത്, ദൈവം അവനും കേറിപ്പോയി. ഒരു കഷ്ടമാണ്. നീയൊക്കെ എന്തിനാണ് ഞാൻ ഓടിച്ചോണ്ടിരിക്കുമ്പോ കീബോർഡാ പറയാനൊക്കെ പറയുന്നത്? ഗോകു ശ്വാന അറിയാതെ തീരാറായി. മന്ദാരം ജയിച്ചു. മന്ദാരൊക്കെ നീറ്റ് ഡ്രൈവിങ് നോക്ക്. അറിയാതെ പക്കാ കീബോർഡ്. ഇല്ല ഞാൻ ചേർക്കാം. ഞാൻ സ്റ്റിയറിംഗ് ഓട്ടിച്ച് എത്താറായിട്ടാ. മാറ്റട്ടെ, ഞാൻ വിളിക്കൂല മാറ്റട്ടെ. അങ്ങനെ വളവിലാണ് എന്റെ കളി പോയി. ഞാൻ ഫസ്റ്റ് അടിക്കണ്ട ഇറങ്ങി പോയാട്ടാ. സ്റ്റിയറിംഗ് വീല് ബാക്കിയാണ്. ഓഡിയൻസ് ഒരു സ്ട്രീമറിനെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെയും മൈരാന്നോ ചിത്തറിയൊന്നും നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരെ നമ്മളെ വിളിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് സ്വയമായിട്ട് വിളിച്ചോളാൻ പറഞ്ഞ് അവൻ പാക്ക് ചെയ്യാനുള്ള മോസ്റ്റർ കമ്മ എന്ന് റിട്ടേൺ ചെയ്താ പൈസകൾ കിട്ടും കേട്ടാ. ഞാൻ എന്റെ മനസ്സ് പറയുന്നത് എന്താ അറിയാവോടാ, ആ റേസ് നിനക്ക് ജയിക്കാൻ പറ്റും. ആ റേസ് ജയിച്ചു കഴിഞ്ഞാൽ ഈ മൈരാന്ന് വിളിച്ചത് തിരിച്ചെടുക്കാം. അതെ, നല്ല കളി അതിനുള്ളി. ഇതൊക്കെ ഞാൻ എന്റെ മനസ്സ് വെക്കുന്നുണ്ടോ നീയൊക്കെ വിളിച്ചത് ഓരോ വിളി.